ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും ഐഷ റാഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ എളുപ്പത്തിൽ കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു നെയ്ച്ചോറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. സാധാരണ ഉണ്ടാക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റായിട്ടാണ് എനിക്ക് കുക്കറിൽ വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് തോന്നണേ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോയി നോക്കാം. കുക്കറൊന്ന് ചൂടായിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് നെയ്യിടാം. നെയ്യിൻ്റെ ഒപ്പം തന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്, വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത് കേട്ടോ. അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് അത്യാവശ്യം ഒന്ന് കൂട്ടി കൊടുക്കണേ. ഈ നെയ്യും സൺഫ്ലവർ ഓയിലും കൂടി നന്നായിട്ടൊന്ന് ചൂടാവണം. ഫ്ലെയിം ഒന്ന് അത്യാവശ്യത്തിനൊന്ന് കൂട്ടി കൊടുക്കണം. ഇത്രയും മതി. അതിലേക്ക് ഒരു 1/4 കപ്പ് സവാള, ഒരു 3-4 കരയാമ്പ് ഇടുക, കറുവപ്പട്ട, കുറച്ച് പെരിഞ്ചീരകവും കുരുമുളകും ഇടുക. പിന്നെ 2-3 ഏലക്കായ ഇടുക. അതിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ എടുത്തേക്കുന്ന ഇതിനൊരളവ് പാത്രത്തിൽ അരിയാണ്, ബർക്കത്ത് അരിയാണ് എടുത്തേക്കുന്നത്. അതിൻ്റെ 1 ഇരട്ടി വെള്ളം, അതായത് 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 2 കപ്പ് വെള്ളമായി. കറക്റ്റ് 2 കപ്പ് തന്നെ എടുത്താൽ മതി. നിങ്ങൾ എടുക്കുന്ന റൈസിൻ്റെ ഇരട്ടി. ഇപ്പോൾ 1 കപ്പ് അരിയാണെന്നുണ്ടെങ്കിൽ 2 കപ്പ് വെള്ളം, ആ കണക്കിനാണ് എടുക്കാൻ. ഇനി ആവശ്യത്തിന് ഉപ്പ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടിയിട്ട് ഇതൊന്ന് തിളക്കാൻ വെക്കണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് കുത്തി അങ്ങോട്ട് ഇളക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇത്രയും മതി. ഈ ടൈമിന് നമ്മൾ വെള്ളത്തിന് ഉപ്പുണ്ടോന്നൊക്കെ നോക്കണം. അതെല്ലാം നോക്കിയിട്ട് ഇപ്പൊ തന്നെ ഇട്ട് കൊടുക്കണം. ഇതിന് ശേഷം ഇട്ട് കൊടുക്കാൻ പറ്റില്ല, അപ്പൊ തന്നെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഒന്ന് ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം. ഒരൊറ്റ വിസിൽ കേട്ടോ. ഒരു വിസിൽ വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യണം. പിന്നെ അതിൻ്റെ സ്റ്റീം പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം ഇതൊന്ന് തുറന്നു നോക്കിയാൽ മതി. അപ്പോഴത്തേക്ക് നല്ല അടിപൊളി നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ടാവും. ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ട് ഇതിൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം മാത്രം ഇത് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. നമുക്കിതൊന്ന് ആവി പോണവരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. ഇപ്പോൾ കുക്കറിൻ്റെ വിസിലിൻ്റെ ആവിയൊക്കെ ശരിക്കും പോയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി. ഇതിപ്പോൾ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, ശരിക്കും വെന്തിട്ടുണ്ട്, ഒട്ടും വെള്ളമില്ല. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതുണ്ടോ, ഒന്നും ഒന്നിനോട് ഒട്ടാതെ നല്ല വൃത്തിക്ക് ഇരിപ്പുണ്ടേ. ശരിക്കും നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇതുണ്ടോ, ശരിക്കും നമ്മൾ ബിരിയാണി പോട്ടിലൊക്കെ വെക്കണ പോലെ തന്നെ. അതിനേക്കാളും എളുപ്പമാണ്, എന്നാൽ ടേസ്റ്റും ഉണ്ട് നല്ലപോലെ. നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്കൊന്ന് മാറ്റാവേ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം.
നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് അത് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻസ് ആയിട്ട് കമൻറ്റ് ബോക്സിൽ കൊടുക്കണം. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ ബൈ.